നല്ല വരച്ചുകോളി ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ നനച്ചുകൂളിയാണ് കേട്ടോ. നനച്ചുകൂളി എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഈ റമദാനിക്ക് അടുപ്പിച്ച് ഒന്നിച്ച് നന്നാക്കുക അങ്ങനെയല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാനെപ്പോഴും പറയാറില്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു റൂമെങ്കിലും ഞാൻ ഡീപ്പ് ക്ലീനായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ കൂടെ നനച്ചുള്ളിൻ്റെ വ്ളോഗ് ചെയ്യാനും അതേപോലെ തന്നെ ഒരുപാട് നനച്ചുള്ളി വ്ളോഗൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആർക്കെങ്കിലുമൊക്കെ മോട്ടിവേഷൻ ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിതാ ഞാൻ ഈ ഒരു ഏരിയയാണ് കേട്ടോ, നമ്മളെ ഫാമിലി സിറ്റിംഗ് ഏരിയയാണ് ഞാനിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഒന്നിച്ചങ്ങനെ നന്നാക്കാറില്ല കേട്ടോ. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്നിച്ചങ്ങോട്ട് വലിച്ചിട്ട് നന്നാക്കുന്ന പരിപാടി എനിക്കില്ല. ഓരോരോ പോർഷനായിട്ടാണ് കേട്ടോ നന്നാക്കുക. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം ഇന്ന ഭാഗം നന്നാക്കുക എന്നുള്ളതൊക്കെ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടത്. നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൃത്തികേടാകുന്ന ഒരു ഏരിയയാണ് കേട്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ അധികം സമയം ഇവിടെ ആയിരിക്കും. പിന്നെ മോന് TV കണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്ത് കഴിക്കുക ഒക്കെ ചെയ്യുന്നൊരു ഭാഗമല്ലേ. അതുകൊണ്ട് കേട്ടോ ഈ ഒരു സോഫ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേക്ക് ഓവർ ചെയ്തത് കഴിഞ്ഞ റമദാനിൻ്റെ മുന്നായിട്ടാണ്. ഇതേപോലെ നനച്ചുള്ളി ടൈമിൽ ഈ സോഫയിൽ കളർ ചെയ്തില്ല കേട്ടോ. ഞാൻ കവറൊക്കെ അടിച്ച് മാറ്റി ഞാൻ തന്നെ മേക്ക് ഓവർ ചെയ്തതാണ്. ആ വീഡിയോ കിടക്കുന്നുണ്ട് കേട്ടോ അതിൽ. അന്നൊന്നും ഞാൻ സ്ഥിരമായിട്ട് വ്ളോഗ് ചെയ്യാറില്ല, പക്ഷെ നമ്മുടെ ചാനലിൽ ഇത് കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കട്ടെ, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും. ഇതിങ്ങനത്തെ ഒരു ടൈപ്പ് സോഫ ആയതുകൊണ്ട് ഞാൻ മാറ്റാതിരിക്കുന്ന കേട്ടോ. നമ്മൾ പഴയ വീട്ടിലുള്ള സമയത്തുള്ള സോഫയാണിത്. ഇതാകുമ്പോൾ പിന്നെ ഇങ്ങനെ എടുത്ത് കഴുകാനൊക്കെ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ വൃത്തികേടാവണ, കുട്ടികളൊന്നും വലുതാവണ വരെ ഇതൊക്കെയാണല്ലോ നല്ലത്, നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റണതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റാതെ വെച്ചിരിക്കണം കേട്ടോ. ഒന്നും പിന്നെ ഇതിൻ്റെ അതിൻ്റെ ഫോമിൻ്റെ മേലെ കവർ അടിച്ചിട്ടുള്ളത് ഞാൻ റിമൂവ് ചെയ്തിട്ട് വേറെ കവർ ഞാൻ തന്നെ ക്ലോത്ത് എടുത്ത് തയ്ച്ചിടുകയാണ് ചെയ്തത് കേട്ടോ. ചെറിയ ചിലവേ അന്ന് വന്നിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ മുന്നേ ഇതിൻ്റെ ക്ലോത്ത് മാറ്റിയപ്പോൾ എനിക്ക് അന്നത് 6000 ഒറ്റ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് മാറ്റിയപ്പോൾ ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ എനിക്കത്ര ചെറിയ 2000-ൻ്റെ ഉള്ളിലോ 2500-ൻ്റെ ഉള്ളിലോ അങ്ങനെ എന്താണ് വന്നിട്ടുള്ളത്, എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ആ വ്ളോഗ് കണ്ടാലറിയാം. അങ്ങനെ ഞാൻ തന്നെ ചെയ്തിട്ടതാട്ടോ അത്. അപ്പോൾ ഇത് കവർ ഊരാനായിട്ട് പറ്റും. നമ്മൾ മറ്റേ ഒരു ഒട്ടിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ബാക്കിൽ വെച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെ തന്നെ അങ്ങ് കഴുകിയാൽ, ചെരിച്ച് വെച്ചാൽ ആ മെമ്മറി ഫോമാണ് ഉള്ളിലുള്ളത്, അതങ്ങനെ അങ്ങോട്ട് വെള്ളം കുടിക്കുകയൊന്നുമില്ല കേട്ടോ. ചെരിച്ച് വെച്ച് കഴുകുമ്പോൾ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്തോളും. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നനച്ചുള്ളി എന്നൊക്കെ പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. എന്നുവെച്ചാൽ എപ്പോഴും വൃത്തികേടാവും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൃത്തികേടാവുന്നൊരു ഭാഗം തന്നെ പറയാം കേട്ടോ ഈ സോഫ. എപ്പോഴും കൂടുതൽ സമയം ഇതിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വൃത്തികേടാവും. ഇപ്പോൾ നല്ല വെയിലാണല്ലോ, കഴുകി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കിന് ഉണങ്ങി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അലക്കണ ഡിറ്റർജൻറ്റ് ഇട്ടിട്ട് നല്ലോണം ഉരച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് മോന് ക്ലാസ്സും ഇല്ല. അപ്പോൾ അവനും മുന്നിലും പിന്നിലും നിന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. വലിയ വ്ളോഗറെന്ന് അവൻ്റെ വിചാരം. ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും, അങ്ങനെയുണ്ട്. അപ്പോൾ അവന് വേറൊരു പാത്രത്തിൽ കുറച്ച് ഡിറ്റർജൻറ്റൊക്കെ ഒഴിച്ചു കൊടുത്തതാണ്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഉരച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളെ ഇതുണ്ടല്ലോ, നമ്മുടെ മുറ്റത്തെ പാലുണ്ടല്ലോ, അവിടെ നല്ല വെയിലിട്ടും, വൈകുന്നേരം വരെ വെയിലിട്ടും. അപ്പോൾ അവിടെ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും കേട്ടോ. ഞാൻ ഓരോരോ ഭാഗങ്ങളാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ഇന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാവും, ഇന്നൊരു ദിവസം ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയ ഞാൻ ക്ലീൻ ആക്കും. പിന്നെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ഭാഗം, അങ്ങനെ ഓരോരോ ഭാഗം ഞാൻ ക്ലീൻ ആക്കും കേട്ടോ. ഇതിപ്പോൾ ഒരാളെ വിളിക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് മൊത്തം വലിച്ചിട്ട് നന്നാക്കാൻ പറ്റണ്ടേ, അല്ലെങ്കിൽ പിന്നെ ആ ദിവസം കഴിയുന്നിടത്തോളം ചെയ്യണ്ടേ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്യാവുമ്പോൾ ഒരു 11 മണി വരെ 11:30 വരെയുള്ള പണി ഞാൻ ചെയ്യും. പിന്നെ
ബാക്കിയുള്ള എന്നും ചെയ്യുന്ന പോലെ തന്നെയുള്ള ജോലികൾ ചെയ്യും. അപ്പോൾ എനിക്കും വലിയ ക്ഷീണവുമില്ല, വലിയ ബുദ്ധിമുട്ടുമില്ല. എൻ്റെ റാഹത്തനുസരിച്ച് അങ്ങനെ ചെയ്തു പോകും കേട്ടോ. നമുക്ക് എല്ലാവരും ചെയ്താൽ റാഹത്താവണമെന്നില്ലല്ലോ, നമ്മൾ ചെയ്താൽ ഒരു പ്രത്യേകിച്ചൊരു ഇതല്ലേ. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ആയിട്ട് ക്ലീൻ ആക്കി എടുക്കും കേട്ടോ. അങ്ങനെ താഴെയാണ് അങ്ങനെ ക്ലീൻ ചെയ്യാണ്ടാവുള്ളൂ. മുകളിൽ പിന്നെ യൂസ് ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു ദിവസം കയറിയിട്ട് ഒന്നിച്ചങ്ങ് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് കാര്യമായിട്ട് വരുന്നൊരു പണി എന്താണ്, ഡ്രസ്സ് മടക്കി ഒതുക്കി പെറുക്കലാണ്. അത് പിന്നെ എന്താണെന്നറിയില്ല, ഒരു ദിവസം പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു കഥയാണ് കേട്ടോ. പിന്നെ അത് എങ്ങനെയാണ് ഒരുക്കൂടുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ മോനെ തെറ്റണമുണ്ട്, പിണങ്ങി പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അവൻ വിചാരിച്ച പോലെ അവനെ കൂടി ചെയ്യാൻ കഴിയണമല്ലേ അവനെ കൂടി ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നുമല്ല, അവൻ്റെ വിചാരം വലിയ ആളാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവൻ തെറ്റുട്ടോ. പിന്നെ നമുക്കിത് പെട്ടെന്ന് തീർത്തിട്ട്, ഭയങ്കര വെയിലായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. മാറ്റൊക്കെ ഇന്നലെ ഞാൻ കഴുകിയതാണ്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ കമൻറ്റിൽ ഓരോരുത്തരിങ്ങനെ നനച്ചുള്ളി വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആർക്കെങ്കിലുമൊക്കെ മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ. ഇതിൻ്റെ പില്ലോസാണ്. പില്ലോസ് ഞാനിങ്ങനെ ചെയ്യുക, ഡിറ്റർജൻറ്റ് ഇട്ടിട്ട് ഈ ഒരു സിങ്കിൽ വെച്ചിട്ടുണ്ട്, ഉരച്ചിട്ട് ഇങ്ങനെ. പിന്നെ ഞാൻ ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒലുമ്പലും പീയലും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ചെയ്യും കേട്ടോ. ഇത് 3 ഇട്ടിട്ട് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ വാഷിംഗ് മെഷീൻ അത്യാവശ്യം വലിയ സൈസാണ്, വലിയ ടബാണ്. അപ്പോൾ പക്ഷേ കറങ്ങിയിട്ട് അഴുക്ക് പോകാനുള്ളൊരു ഇത് കിട്ടൂല. അപ്പോൾ പിന്നെ ഒന്നൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ജസ്റ്റ് ഉരച്ചെടുത്തിട്ട് പിന്നെ ഒലുമ്പലും പീയലും മെഷീനിൽ ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഉരച്ച് വെക്കട്ടെ. പിന്നെ നമ്മൾ ഓരോ പണി ചെയ്യുന്ന ഇടയിൽ കൂടി ഇങ്ങനെ മാറ്റി എന്തായാലും ആ ഒരു പ്രോസസ്സ് തീരണമെങ്കിൽ അരമണിക്കൂറൊക്കെ ആവും, ഒലുമ്പലും പീയലും കഴിയണമെങ്കിൽ. അപ്പോൾ അങ്ങനെ മാറ്റി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് ചെയ്യായിരുന്നു കേട്ടോ. അത് അങ്ങനെ ചെയ്തത്. ഇത് ഊരിയെടുക്കാൻ പറ്റുന്ന കവറായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കവർ അടിച്ചിട്ടതിനായിരുന്നു. പിന്നെ അതിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര റഫ് യൂസാണ് ആ ഒരു സോഫയിൽ. അത് ഞാൻ ആ സോഫ മാറ്റാതെ ഈ ഒരു പഴയ മോഡൽ തന്നെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മോനൊക്കെ വലുതായി കഴിഞ്ഞാലേ നമുക്കതൊന്ന് മാറ്റാനൊക്കെ പറ്റുള്ളൂ. അതുവരെ ഇങ്ങനെ നമുക്ക് തന്നെ വൃത്തിയാക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ട് നടന്നാൽ എപ്പോഴും വൃത്തിയിൽ കാണാമല്ലോ, വലിയ മോഡലൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ സിബ് എപ്പോഴും ഇങ്ങനെ റെഫ്യൂസ് ചെയ്യുന്ന കാരണം സിബ് പോവും. പിന്നെ ഞാനത് തുന്നി ജോയിൻ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ, ഫിക്സ് ചെയ്ത് വെച്ചതായിരുന്നു സിബ് ഒഴിവാക്കിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇപ്രാവശ്യം കവർ അടിച്ചപ്പോൾ ഞാൻ അതിനുള്ളിൽ പില്ലോ ഇട്ടിട്ടാണ് ഫിക്സ് ചെയ്ത് അടിക്കുക ചെയ്തിട്ട്. പിന്നെ ഞാനിങ്ങനെയാണ് അന്നും ചെയ്തുകൊണ്ടിരുന്നത്, കഴുകിയിരുന്നത് പില്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അഴിക്കണതിനേക്കാളും പില്ലോൻ്റെ സ്പോഞ്ച് ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിലത്തെ ഫോം ഉൾപ്പെടെ അങ്ങ് വൃത്തിയായി കിട്ടുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ ഇതാ നല്ലതെന്ന് എഴുതിയിട്ട് ഞാനത് ഫില്ല് ചെയ്ത് അങ്ങനെ ക്ലോസ് ചെയ്ത് അടിച്ചു വെച്ചതാണ് കേട്ടോ. 24 പില്ലോസാണ് കേട്ടോ. 24 ഇഞ്ച് വീതിയും സ്ക്വയറിൽ അങ്ങനെയുള്ള പില്ലോസാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ഉരച്ചിട്ട് സർഫാണ് പോകാൻ വേണ്ടിയിട്ട് ഈ അലക്കല്ലുമ്പോൾ ചെരിച്ച് വെച്ചതാണ്. അപ്പോൾ വെള്ളം അങ്ങ് പുറത്ത് ഒഴുകി പോയിക്കോളും. ഈ സിങ്ക് കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. വലിയ സിങ്കുമാണ്. പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ടിട്ട് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഓരോന്നായിട്ട് ഞാൻ ഉരച്ച് വൃത്തിയാക്കി വെച്ച് പിന്നെ രണ്ടെണ്ണേശം മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ഒലുമ്പലും പിഴിലൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വേറെ ജോലികളും ചെയ്തിട്ടാണ്. ഇന്നിപ്പോൾ അതേ ചെയ്തിട്ടുള്ളൂ. ആ ഒരു കോർണർ മാത്രമാണ് ഇന്ന് നന്നാക്കിയത് കേട്ടോ. ഫാമിലി ലിവിങ് മാത്രമാണ് നന്നാക്കിയത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇപ്പോൾ കുറേ ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ കുറേ വാട്സപ്പ് കൂടെ കുറേ മെസ്സേജസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. നനച്ചുളി ചെയ്ത് കയ്യും കാലും മുറിച്ച് കേടാക്കി ഹോസ്പിറ്റലിൽ അങ്ങനത്തെ തിരക്കാണ് ഇങ്ങനത്തെ തിരക്കാണൊക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങനത്തേനൊന്നുമുള്ള വകയില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ദിവസങ്ങൾ ഒരുപാട് കിടക്കല്ലേ, പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒന്നിച്ച് നന്നാക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരു ഏരിയ നന്നാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വേറെ ഏരിയ നന്നാക്കുക, അങ്ങനെ ചെയ്യട്ടെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കൊരു ഡീപ്പ് ക്ലീൻ ആയിട്ട് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞത് നനച്ചുളി ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന്. ഒരു നനച്ചുളി എന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയാം, ഞാൻ പറയാറുണ്ട് ഒരു ദിവസം എനിക്ക് മൂടുള്ള ദിവസങ്ങളിൽ ഞാൻ ഏതെങ്കിലും ഒരു റൂം ഡീപ്പ് ക്ലീൻ ആയിട്ട് നന്നാക്കും, ബാക്കി നമ്മൾ സാധാരണ നന്നാക്കുന്ന പോലെ നന്നാക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതുകൊണ്ട് എല്ലാ മുക്കും മൂലയും എപ്പോഴും ഇങ്ങനെ നമ്മൾ നനച്ചുള്ളിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഡീപ്പ് ക്ലീൻ ആയിട്ട് കിടക്കും.
ഇനിയിപ്പോൾ അടുത്തത് ഞാൻ മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണച്ച ഈ ജോലിൻ്റെ ഇടയിൽ കൂടെ പോയി ഇടുന്നുണ്ട്. അടുത്ത് ഈ സോഫൻ്റെ ഫ്രെയിമൊക്കെ തട്ടി മാറാലൊക്കെ തട്ടി ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന, എന്നാലും എപ്പോഴും ചിലന്തി വല എപ്പോഴും ഉണ്ടാവും കേട്ടോ. നല്ല ചിലന്തിൻ്റെയും പല്ലിൻ്റെയും ശല്യം നല്ലോണം ഉണ്ട്. ഇതിനിടയ്ക്ക് നല്ല ഉറുമ്പ് ശല്യമായിരുന്നു കേട്ടോ. കിടക്കുന്നിടത്ത് പോലും ഉറുമ്പ് വരിക, ഭയങ്കരമായിട്ട് ഉറുമ്പ് വരിക. ചൂട് തുടങ്ങിയപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഉറുമ്പ് അകത്തേക്ക് വരിക തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ നെയ്ബറുണ്ടല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സെലീന, അവൾക്ക് വിളിച്ചപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ അവളെ ഒരു ജമ്പ് കണ്ടൊരു മരുന്ന് പറഞ്ഞു തന്നു കേട്ടോ. അത് വാങ്ങിയിട്ട് വീടിൻ്റെ ചുറ്റുഭാഗം അടിച്ചാൽ മതി, പോയിക്കോളൂന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പഠിച്ചിട്ട് 4-5 ദിവസമായി. പതുക്കെ ഉറുമ്പും പാറ്റും പ്രാണിയൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് പല്ലിയും ആ കൂട്ടത്തിൽ പോകും. ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മുന്നൊരു വ്ളോഗിൽ പല്ലിൻ്റെ ഭയങ്കര ശല്യം അവിടെ കേട്ടോ. ഈ വെളിച്ചും വൈറ്റ് പെയിൻറ്റും കൂടെ ആകുമ്പോൾ പല്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം പല്ലി വരും, പല്ലിങ്ങനെ കാഷ്ടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം ഞാൻ മുന്നൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല പണിയും കെട്ടി നോക്കിയിട്ടും പല്ലി പോണില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും മാർഗ്ഗം അറിയെങ്കിൽ പറഞ്ഞു തരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ജമ്പ് അടിച്ചപ്പോൾ പല്ലിയും അവൾ പറഞ്ഞിരുന്നു കേട്ടോ, സെലീന പറഞ്ഞിരുന്നു ഇങ്ങനെ പല്ലിയും പ്രാണിയും പാറ്റിയും ഒക്കെ പോവും, പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പോവല്ലേ ചെയ്യുക, അതിങ്ങനെ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്ട് പാടെ നശിച്ച് പോയിക്കോളും കുറച്ച് ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചെയ്തു, കുറച്ച് ദിവസം മുന്നേ എന്നോട് ഈ കാര്യം പറയാൻ എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അത്രയും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, എറുമ്പുകൊണ്ട് എവിടെ ഒരു സാധനം വെക്കാൻ വയ്യായിരുന്നു. എന്നും ബെഡ്ഷീറ്റ് മാറ്റില്ലായിരുന്നു എനിക്ക് പണിയിട്ടാ. ഇന്ന് രാത്രി കിടക്കാൻ സമയത്ത് ബെഡ്ഷീറ്റ് മാറ്റി വാക്യൂം ക്ലീനർ കൊണ്ട്, നമ്മളെ കോഡ്ലെസ് വാക്യൂം ക്ലീനർ ഉണ്ടല്ലോ, അതുകൊണ്ട് വലിച്ച്, പിന്നെ ഐക്യൻ്റെ ഒരു റോളർ ഉണ്ടല്ലോ, അതുകൊണ്ട് റോൾ ചെയ്ത് ബെഡ്ഷീറ്റ് പുതിയത് വിരിച്ചിട്ടാണ് കിടക്കട്ടോ. എന്നാലും ചിലപ്പോൾ എറുമ്പ് വരുമായിരുന്നു കേട്ടോ. അതും ഒരു നെയ്യെറുമ്പ് എന്ന് പറയില്ല, ചെറിയ ഉറുമ്പ്, അതിൻ്റെ ശല്യം ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഒക്കെ മാറിയിട്ട്. അതാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാത്ത പല കാര്യങ്ങളും ടിപ്സും പലയിടത്തും നമുക്ക് കിട്ടുമല്ലോ. അതാ ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും, ആരെങ്കിലുമൊക്കെ എന്നെ പോലെ തന്നെ ഉണ്ടാവും. അതാ ഞാൻ വ്ളോഗിൽ പറയാൻ കാരണം. അപ്പോൾ ഞാനിപ്പോൾ ജനലൊക്കെ ഒന്ന് തട്ടുന്നുണ്ട്. ജനലൊക്കെ ഒരു മാസം മുന്നേ പുറത്തു കൂടെ ശശിയേട്ടനെ കൊണ്ട് ഞാൻ അടക്കി വൃത്തിയാക്കിപ്പിച്ചായിരുന്നു കേട്ടോ. ഈ ഒരു ജനലും സിറ്റിംഗ് കാലത്തെ ജനലും എനിക്കിങ്ങനെ നിന്നിട്ട് വൃത്തിയാക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കയറി നിന്നിട്ട് വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ശശിയേട്ടനെ കിട്ടുന്ന സമയത്താണ് അത് വൃത്തിയാക്കാറുള്ളത് ഇപ്പോൾ കേട്ടോ. അപ്പോൾ പക്ഷേ ഈ ജനലിലും സിറ്റിംഗ് കാലത്തെ ജനലിലും എപ്പോഴും നല്ലോണം അടയാളം ഉണ്ടാവും. ഗ്ലാസ്സിന്മേൽ പ്ലെയിൻ ഗ്ലാസ് ആണല്ലോ, അത് മോനിങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കർട്ടൻ പൊക്കിയിട്ട് അവൻ ആ ജനലിന്മേൽ കയറി നിന്ന് നോക്കും. അപ്പോൾ അവൻ്റെ കയ്യും കാലും തട്ടിയിട്ട് എപ്പോഴും നല്ല മാർക്ക് ഉണ്ടാവും. പിന്നെ പ്ലെയിൻ ഗ്ലാസ് ആകുമ്പോൾ അടയാളങ്ങൾ വന്നാൽ ഭയങ്കര വൃത്തിയാണെന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിട്ടാണ്. ഈ ഞാൻ തട്ടുന്ന ഒരു ചൂലുണ്ടല്ലോ, ഇതൊന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ, നല്ലൊരു ടിപ്സാണത്. നമ്മൾ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മാറാലും പൊടികളൊക്കെ പോരാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഫൈബറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂല്. അവന് ഭയങ്കര നനച്ചുള്ളിക്കാരനായിട്ട് പല സാധനങ്ങളും എടുത്തു കൊണ്ടിടും. ഞാൻ പറയുന്നു, എന്തിനാ അതൊക്കെ എടുത്തു കൊണ്ടുവരണ, ഈ കൊണ്ട വെക്കുന്നു പറയുന്നു കേട്ടോ. സഹായിച്ച് ഉപദ്രവിക്കാന്ന് പറയില്ല, അങ്ങനെ കേട്ടോ. പിന്നെ അവനെ കൂട്ടുപിടിച്ച് ചെയ്യല്ല, അതൊരു നിവൃത്തിയില്ല. അവന് ലീവ് ഉണ്ടാകുമ്പോൾ പിന്നെ അതേ നടക്കുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുണ്ടാവും, നാളെ ഇനിയിപ്പോൾ അവൻ ഉണ്ടാവില്ലല്ലോ. അവന് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ട, കളിക്കാനൊന്നും ഒരാളില്ലല്ലോ. അപ്പം അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രെയിംസൊക്കെ ഒന്ന് കൂടി തുടച്ചെടുക്കണം. അതേപോലെ തന്നെ ഈ ചുമരും എപ്പോഴും വൃത്തികേടാവും. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. നല്ലോണം അഴുക്ക് പോകും കേട്ടോ ചുമരുമെന്ന് സ്വിച്ച് ബോർഡുമെന്നൊക്കെ ഇത് സ്പ്രേ ചെയ്തിട്ട് തുടക്കുകയാണെങ്കിൽ നല്ലോണം നമ്മുടെ കയ്യിൻ്റെ ഒക്കെ മാർക്കിങ്ങും പെൻസിൽ വരച്ചത് വരെ പോകും കേട്ടോ. ഞാൻ കാണിക്കാം. ഇത് വെള്ളത്തിൽ വിനാഗിരിയും അതേപോലെ തന്നെ ലൈസോളിൻ്റെ ഫ്ലോർ ക്ലീനർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതൊരു 2-3 ടീസ്പൂണും ചെറിയ ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്തിട്ട്, ചെറിയ ചൂടുവെള്ളം, ഞാൻ സോളാറിൻ്റെ പൈപ്പിൽ നിന്ന് ചൂടുവെള്ളം എടുത്താണ് അതിക്ക് വിനാഗിരിയും ഈ ലൈസോളിൻ്റെ ലിക്വിഡ് ഒരു 2 ടീസ്പൂണ് അത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതാണ്. അത് അടിച്ചിട്ട് തുടക്കുകയാണെങ്കിൽ ചുമരൊക്കെ നല്ല ക്ലീനാകും, നല്ല ഒരുവിധം സ്റ്റെയിനൊക്കെ പോയി കിട്ടും. പിന്നെ നമ്മൾ നല്ല കഴുകാൻ പറ്റുന്ന പെയിൻറ്റൊക്കെ ആകുമ്പോൾ കഴുകൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നല്ലൊരു ക്ലോത്തും ഈ ഒരു സ്പ്രേ ബോട്ടിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കട്ടെ. ഇവിടെയൊക്കെ നല്ലോണം ആവും. കാരണം മോനിങ്ങനെ കിടന്നിട്ട് ഈ സോഫയിൽ കിടന്നിട്ട് TV കാണുമ്പോൾ കിടന്നിട്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ നല്ലോണം അഴുക്കാവും കേട്ടോ. അതേപോലെ തന്നെ സ്വിച്ച് ബോർഡുകൾ നമ്മൾ ചാർജർ കുത്താൻ വേണ്ടിയിട്ട് ഈ സോഫൻ്റെ
ഇപ്പുറത്ത് നിന്നിട്ട് ചുമരിൽ കൈ കുത്തിയിട്ട് ആ പ്ലഗ് ആക്സസ് ചെയ്യുമ്പോൾ കയ്യിൻ്റെ അടയാളമൊക്കെ ഉണ്ടാവും. അത് കണ്ടില്ല, നല്ല കൈ അടയാളം ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഇതൊന്നും കൂടി സ്പ്രേ ചെയ്തിട്ട് തുടക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആവും കേട്ടോ, നല്ല വൃത്തിയായി കിട്ടും. നമ്മൾ ചുമരിൽ പുട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വേറെ വീടുകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഏട്ടന്മാരും ഒക്കെ വീടുണ്ടാക്കിയപ്പോഴൊക്കെ പുട്ടിയിട്ടിട്ട് ഇങ്ങനെ ഒരു ചൊറി പിടിച്ച മാതിരി പൊങ്ങിയ കാരണം നമ്മൾ തേപ്പുകാരോട് പറഞ്ഞത് പുട്ടിയിടാത്ത തേപ്പ് വേണം ഞങ്ങൾക്കെന്ന്. അപ്പോൾ കുറച്ച് കൂടിയാലും കൂലി കുറച്ച് കൂടിയാലും ഞങ്ങൾക്ക് നല്ല മിനുസപ്പെടുത്തി തേച്ച് തന്നു വരും കേട്ടോ. അപ്പോൾ പുട്ടിയിട്ടിട്ടില്ല എന്ന് കണ്ടാലൊന്നും അറിയാൻ പറ്റില്ല, ഞങ്ങൾക്കറിയാൻ മാത്രമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയും നനച്ച് കഴുകുകയൊക്കെ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇത് കണ്ടില്ല, പെൻസിലുകൊണ്ട് വരച്ചിട്ടതാട്ടോ. ഇതും ഈ ഒരു സ്പ്രേയർ കൊണ്ട് തന്നെ പോകും കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാലറിയാം. കുറച്ചൊന്ന് പോസ് കൊടുത്തൊന്ന് തുടച്ചെടുത്താൽ മതി, ആണ് മാഞ്ഞു പോകും. അങ്ങനെ എപ്പോഴും വരക്കണ പരിപാടിയൊന്നും അവനില്ല, അവന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരക്കും കേട്ടോ. പിന്നെ പേടിച്ചിട്ട് അവൻ വരക്കലൊന്നുമില്ല അങ്ങനെ, എന്നാലും ഉണ്ടാവും എപ്പോഴെങ്കിലൊക്കെ ഒരു വര ഉണ്ടാവും. എന്നാലും കുറേ മെച്ചാണ് കേട്ടോ. ചിലരിനോട് ചോദിക്കാറുണ്ട് അവനെങ്ങനെ ഇങ്ങനെ അവൻ വൃത്തിയുടെ ആക്കൂലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ചെടികളൊക്കെ ഒന്ന് പിച്ചൂലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ചെടി പിച്ച് അങ്ങനെ ചുമരിൽ അങ്ങനെ അങ്ങോട്ട് വൃത്തികേട് കാട്ടുന്ന പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ ഈ ഒരു സ്പ്രേനെ ഉപയോഗിച്ചാട്ട് ഞാൻ സോഫിൻ്റെ ഫ്രെയിമും ഒക്കെ തുടക്കണത്. നമ്മൾ നല്ല ക്ലീനായി പോകും കേട്ടോ. നല്ല ഒന്ന് ഇതാക്കി നോക്കുന്നുണ്ട്. നമ്മൾ നനച്ചുള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളം ഒഴിച്ച് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പൊടിയൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടിയാൽ മതി. പിന്നെ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്ട്രാ ജോലികളുണ്ടായിരുന്നു നമ്മളമ്മമാർക്കും. നമ്മളെ അമ്മമാർക്ക് അല്ലായിരിക്കും, നമ്മളെ വല്യമ്മമാരൊക്കെ കാലത്ത് ഒരുപാട് വേറെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. മസാലകളൊക്കെ വീട്ടിൽ പൊടിക്കുക, അങ്ങനെയൊക്കെ അരി കഴുകുക, ഉണക്കുക, പൊടിക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ജോലികളൊക്കെ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതാണ് നനച്ചുള്ളി ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ജോലികളില്ലല്ലോ, ഇങ്ങനത്തെ ജോലികളല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ തന്നെ ചെയ്യുന്നവർ ചെയ്യും, അല്ലാത്തവർ ചെയ്യൂല, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ പണ്ട് ഏതോ ഒരു വ്ളോഗിൽ മോട്ടിവേഷനായിട്ട് ഞാൻ വ്ളോഗ് ചെയ്തപ്പോൾ ക്ലീനിങ് ചെയ്തപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് മോട്ടിവേഷൻ വ്ളോഗ് കണ്ടാലും ക്ലീനിങ് വ്ളോഗ് കണ്ടാലും മോട്ടിവേറ്റ് ആവില്ല, വൃത്തിയാക്കണവരെ വൃത്തിയാക്കുള്ളൂ. അതും ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് കേട്ടോ, ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണാൻ. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് 1-2 പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ മോട്ടിവേഷൻ ആവുണ്ടാവും, അപ്പോൾ ചെയ്യാമെന്ന് കരുതിയിട്ടായിരിക്കും. ഇത് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ കുറേ മാറ്റുകളൊക്കെ കഴുകലായിരുന്നു ഇന്നലെ എനിക്ക് പണി കിട്ടാൻ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസം ഓരോ തരം തിരിച്ചിങ്ങനെ ചെയ്യുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ സിറ്റിംഗ് ഹാളിൽ സോഫയും ആ ജനലും ചുമരൊക്കെ നന്നാക്കും. അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിലൊക്കെ ഞാൻ കവർ ഇട്ടിട്ടുള്ള ആൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കവറൊക്കെ ഊരി അലക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തൊന്നും വരില്ല. അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ നനച്ചുളി എന്നൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴും ചെയ്യുന്നതിനാണ് ഇതൊക്കെ. ഒരു മാസത്തിലൊരിക്കലെങ്കിലൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ എല്ലായിടത്തും ഡീപ്പ് ക്ലീൻ ആയിട്ട് വരും. അങ്ങനെയാണ്. എന്നാൽ മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ ഫ്രെയിം ഫുള്ള് തുടച്ചെടുത്തിട്ടു. ഇതിൻ്റെ പോളിഷൊക്കെ പോയിരുന്നു. ആദ്യമൊക്കെ ഞാൻ പോളിഷൊക്കെ പോവാതെ നോക്കിയിരുന്നതാണ്. അപ്പോൾ പിന്നെ മാസിൻ്റെ ഇടയിൽ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ അവന് വലുതായതിൻ്റെ ശേഷം സോഫ മാറ്റി വേറെ ചെയ്യിപ്പിക്കുക. നല്ല സോഫയാണ് ഇത്, നല്ല വുഡിൻ്റെ സോഫയാണ്. ഇപ്പോഴത്തെ ഈ കവർ ചെയ്ത സോഫ ഉള്ളിൽ എന്ത് മരാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് നല്ല വുഡൻ സോഫയാണ്. ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട്. നമ്മൾ തറവാടിലായിരുന്നു യൂസ് ചെയ്തിരുന്ന സോഫയാണ്, അങ്ങോട്ട് വാങ്ങിയ സോഫയാണ്. ഇത് എങ്ങനെ നമുക്ക് നീക്കിയിട്ടിട്ട് അടിച്ചു വരും തുടക്കമൊക്കെ ചെയ്യാട്ടോ. വെയിറ്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ബുഷ് നല്ല ഗ്രാനൈറ്റ് നമുക്ക് നല്ല മിനുസത്തിൽ ഇങ്ങോട്ട് പോരും. അപ്പോൾ നമുക്ക് വലിച്ച് നീക്കിയിട്ട് എപ്പോഴും വൃത്തിയാക്കാനായിട്ട് പറ്റും. സിറ്റിംഗ് ഹാളുള്ള സോഫ അങ്ങനെയല്ല കേട്ടോ, അത് ഭയങ്കര വെയിറ്റാണ്, റബ്ബൂട്ടാണ്. അപ്പോൾ അത് കാക്കന്നെ നീക്കി തരണം. നീക്കിയിട്ട് അതിങ്ങനെ അവിടെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ യു ഷേപ്പിലിട്ട കാരണം അത് നീക്കി വെച്ചിട്ട് വേണം സൈഡൊക്കെ നന്നാക്കാൻ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് മഫൊക്കെ ഇട്ട് തുടക്കും, പിന്നെ റോബോ പോയി തുടക്കും ഒക്കെ ചെയ്യും. ഗ്ലാസ് ഞാൻ നനച്ച ശീലം കൊണ്ട് തുടക്കണതിനേക്കാളും എപ്പോഴും പ്ലെയിൻ ഗ്ലാസ് തുടക്കാൻ നല്ലത്. ഈ ഒരു സ്പ്രേ തന്നെ ഉണ്ടല്ലോ, ഈ ലിക്വിഡ്, അത് സ്പ്രേ ചെയ്തിട്ട് ഉണങ്ങിയ ക്ലോത്ത് കൊണ്ട് തുടച്ചെടുത്താൽ എല്ലാ മാർക്കും കൂടെ പോരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം ഒക്കെ ആയിട്ടുള്ളൂ ഫ്രെയിംസൊക്കെ പുറത്തുനിന്ന് തുടച്ചിട്ട്.
അപ്പോൾ വലിയ പൊടികളൊന്നുമില്ല. ആ തട്ടലിൽ തന്നെ പൊടിയൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. പിന്നെ മുക്കി പിഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമൊക്കെ ഞാൻ നനച്ച് തുടച്ച് പിന്നെ മുറുക്കി പിഴിഞ്ഞ് തുടച്ച് അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. അതിനേക്കാളും വൃത്തിയാവൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് നനഞ്ഞ ക്ലോത്ത് അല്ലാത്ത നല്ല ഡ്രൈ ആയ ക്ലോത്തോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തുടച്ചാൽ നല്ലോണം അത് ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഈ പ്ലെയിൻ ഗ്ലാസ് ആകുമ്പോൾ എപ്പോഴും വൃത്തിയായി കിടന്നില്ലെങ്കിൽ ഭയങ്കര വൃത്തിയോടാണത്. മെയിൻ്റെനൻസ് ഭയങ്കര പാടുമാണ്, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാലം നനച്ചു കൊടുക്കുന്നു നന്നാക്കിയാലൊന്നും വൃത്തിയിൽ കിടക്കൂല കേട്ടോ. നമ്മളൊരു മാസത്തിലോ ഒക്കെ എപ്പോഴും നന്നാക്കി തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ പ്രാണികളും പല്ലികളൊക്കെ പോയിട്ട് നല്ലോണം സ്റ്റെയിൻ ഉണ്ടാവും. അതും ക്ലീൻ ചെയ്തു. ഇന്നിപ്പോൾ ഒരു 11:30-11:45 വരെ ഇതിനിടയിൽ കൂടെ ഞാൻ പില്ലോ ശരിയാക്കാടുണ്ട് കേട്ടോ. 2 പില്ലോ 3 ഒക്കെ പോകും കേട്ടോ. 2 3 ഒക്കെ പോകും. അതിങ്ങനെ ഒലിമ്പിപ്പിക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. വെയിലത്ത് കൊണ്ട് വെക്കണം. ഒരു 12 മണി 11:30 വരെ ഞാൻ ഈ പണിയെടുത്തു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സാധാരണ ചെയ്യുന്ന ജോലികൾ തന്നെ ചെയ്തു. നിലം ജസ്റ്റ് ആണ് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. നിലം ഇനിയിപ്പോൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ ശേഷം നിലം എന്തെങ്കിലും ഒരു ക്ലീനർ ഇട്ടിട്ട് ഒന്ന് ഉരച്ചിട്ട് തുടക്കണം കേട്ടോ. അങ്ങനെ അതും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഞാൻ കേട്ടോ. അങ്ങനെ പിന്നെ ബാത്റൂമൊക്കെ ഓരോ ദിവസം ഓരോ ബാത്റൂമിൽ പോയി കുളിക്കും. അപ്പോൾ ഡീപ്പ് ക്ലീൻ ആയിട്ട് അങ്ങനെ ചെയ്യും. ബാത്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ചെയ്യട്ടെ. ഞാനന്ന് സ്പ്രേ ബോട്ടിൽ ലിക്വിഡായിട്ട് നമ്മളെ ബാത്റൂം ക്ലീനർ അടിച്ചിട്ട് സ്റ്റെയിന് കളയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ. ക്ലീനിങ് ടിപ്സ് മാത്രമായിട്ട്. അപ്പോൾ അതേപോലെ ചെയ്യട്ടെ. നല്ല പൊരി വെയിലാണ്. ഒരു 11 മണി ആയപ്പോക്കിന് തന്നെ നല്ല വെയിലാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലോണം ഉണങ്ങി കിട്ടും. അതുകൊണ്ട് തന്നെ ഈ സോഫ അങ്ങനെ വൃത്തിയോടായാലും എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല കേട്ടോ. അന്ന് ഞാനിത് പിന്നെ കഴിഞ്ഞ വർഷം ഇതിന് കവർ അടിച്ചിടാൻ കാരണം എന്താ വെച്ചാൽ മോന് പിന്നെ ലാസ്റ്റ് എന്തോ സാധനം കൊണ്ട് കുത്തിയിട്ട് ഹോള് വന്നതിന് കവറിന്. അപ്പോൾ പിന്നെ അത് കഴുകിയാൽ അന്ന് ആ കവർ നല്ലോണം കഴുകിയാൽ വൃത്തിയാക്കാൻ പറ്റുമായിരുന്നു. കഴുകി വൃത്തിയാക്കി അങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ വലുതായിട്ടൊക്കെ മാറ്റാന്നുള്ള പ്ലാനിങ് തന്നെയായിരുന്നു അന്ന് കേട്ടോ. പക്ഷെ അന്ന് കുത്തി ഓട്ടപ്പെടുത്തിയപ്പോൾ പിന്നെ ഞാൻ തന്നെ ക്ലോത്ത് എടുത്തിട്ട് തയ്ച്ചിട്ടതാണ് കേട്ടോ കവറ്. ഈ കവറ് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളമൊന്നും ഇറങ്ങൂല. എന്തെങ്കിലും അവൻ്റെ അടുത്ത് നിന്നൊക്കെ മറിഞ്ഞു പോയാലും പെട്ടെന്ന് അങ്ങോട്ട് ഫോമിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങൂല കേട്ടോ. കർട്ടനും ആദ്യം ഇവിടെ ക്ലോത്ത് കർട്ടനായിരുന്നു കേട്ടോ. എനിക്ക് പൊടിൻ്റെ പ്രശ്നങ്ങളായ കാരണം കർട്ടനൊക്കെ ഞാൻ മാറ്റിയത്. ഇത് പിന്നെ ഇങ്ങനെ തുടച്ചെടുക്കുക. ഇതാ സിബ്ര ലൈൻ്റെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണുള്ളത്, പായ പോലെ. അപ്പോൾ ഇത് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാനും അവനോട് പറയുന്നു, ഒരു ബ്ലൂ കളർ പെൻസിൽ വെച്ചിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ബ്ലൂ ആയതുകൊണ്ട് കർട്ടനൊന്നും അങ്ങനെ എടുത്ത് കാണിക്കണില്ല. പക്ഷെ അത് ഞാൻ ബ്രഷൊക്കെ ഇട്ട് വരച്ച് നോക്കിയിട്ടും അത് പോയില്ല കേട്ടോ. അപ്പം ഞാൻ അവനോട് പറയുന്നു എന്ത് പണിയായി ചെയ്യണമെന്നൊക്കെ. അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ഇപ്പോൾ. പക്ഷേ ഇടയ്ക്ക് ഇതേപോലത്തെ കുരുത്തക്കേടുകളൊക്കെ അതും ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ കുട്ടികളുള്ള വീടാകുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചാൽ പോരാ ശരിക്കും. അവന് വളരെ കുറവാണ്. എന്നെ പേടിച്ചിട്ടായിരിക്കും കേട്ടോ. അവന് ആദ്യമൊക്കെ ചെടിയൊക്കെ പറിച്ച് അടിയോടെ കൊണ്ടുവരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ മാറിയതാണ്. പിന്നെ അവന് മനസ്സിലായി എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു പ്രാവശ്യം ആന്തൂറിയം പറിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ കരയെ വരെ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ വെച്ച ആന്തൂറിയം അങ്ങനെ പറിച്ചുകൊണ്ടുവന്നു ഞാൻ കരയെ വരെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര സങ്കടമാണ്. അതിനത് ജസ്റ്റ് ഇനിയിപ്പോൾ ഈ തുടക്കൽ അടക്കി എല്ലായിടത്തും കൊണ്ട് തുടക്കൂട്ടാം. അപ്പോൾ ഇന്നത്തെ നനച്ചുളി തീർന്നു. ഇനിയിപ്പോൾ നാളെ അടുത്ത സെക്ഷൻ ഇട്ടാം. അങ്ങനെയാണ് ഇൻ്റെ നനച്ചുളി. അപ്പോൾ ഇനിയിപ്പോൾ നനച്ചുളി വ്ളോഗ് ഇട്ടില്ല എന്നുള്ള ഇത് വേണ്ട, വിഷമം എനിക്കും വേണ്ട, നിങ്ങൾക്കും വേണ്ട. ആർക്കെങ്കിലുമൊക്കെ മോട്ടിവേഷൻ ആവണമെങ്കിൽ ആവട്ടെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും നാളെ എന്നല്ല ഇനി ഒരു വ്ളോഗായിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.